ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? അതിജീവിതരുടെ അഭിപ്രായങ്ങളെ, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകളെ തീറ്റയായി വ്യാഖ്യാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങളുടെ ഉള്ളതെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമില്ലേ സുരേഷേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അമ്മയുടെ പ്രതിനിധിയായിട്ട് അമ്മയുടെ ഓഫീസിൽ നിന്ന് അമ്മയുടെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ, ഒരു അമ്മയുടെ പ്രതിനിധിയായി ഒരു നടനായിട്ട് വിശദീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. എനിക്കും പെണ്ണ് പ്രശ്നം ഗുലുമാലായോ എന്നൊരു സംശയം. അതിനുശേഷം നിങ്ങൾ കുട്ടി ചോദിക്കുന്ന സുരേഷ് ഗോപി എപ്പോഴാണ് എംഎംഎയുടെ പ്രതിനിധിയാവുന്നത്, എപ്പോഴാണ് മന്ത്രിയാവുന്നത്, എപ്പോഴാണ് ഭരത്ചന്ദ്രനാവുന്നത്, എപ്പോഴാണ് MP ആവുന്നത്, എപ്പോഴാണ് ആത്മീയക്കാരനാവുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും സാർ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇപ്പൊ സുരേഷ് ഇറങ്ങി വരുന്നത് ഒരു അമ്പലത്തിൽ നിന്നാണെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം ചോദിച്ചാൽ സുരേഷ് എന്താ പറയുക? സുരേഷ് പറയുന്നത് ഞാൻ വരുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യം ചോദിക്കണമെന്നാണോ? സുരേഷ് കൃത്യമായ മറുപടി കൊടുക്കില്ലേ? സുരേഷ് നമുക്ക് എത്ര തവണ ബൈറ്റ് തന്നിട്ടുണ്ട്? സുരേഷ് ഇറങ്ങി വരുന്നത് ചന്തയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ സുരേഷിനോട് ചാളയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടാണെങ്കിൽ ആ കടയിലെ സാരിയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഒരു ചായക്കടയിൽ നിന്ന് വന്നാൽ പഴംപൊരിയെ കുറിച്ചാണോ ചോദിക്കേണ്ടത്? പറയുമ്പോ വിഷമം തോന്നരുത്. നീ എന്ന് എന്റെ വീട്ടിൽ കാലുകുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അമ്മയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിൽ സാങ്കത്യമുണ്ട്. ഞാൻ അങ്ങനെയല്ല വരുന്നത് എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ താങ്കളുടെ MP, നമ്മളുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളാണ്, AMMയിലെ അംഗമാണ്. ആ അംഗത്തോട് നമ്മളൊരു ചോദ്യം ചോദിക്കണ്ടേ? ആ അംഗത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയുക? ആരോപണ വിധേയനായ ഒരു സംസ്ഥാനത്തെ ഒരു MLA രാജിവെക്കണമെന്നൊരു കേന്ദ്രമന്ത്രിക്ക് പറയാൻ എന്താണ് സാങ്കേതികമായ ബുദ്ധിമുട്ട്? താങ്കളൊന്ന് വിശദീകരിക്കൂ സുരേഷ്. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നേ. എനിക്ക് BJPയുടെയോ കെ സുരേന്ദ്രന്റെയോ നിലപാടിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.